പഴയ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളതല്ലാതെ എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും എനിക്കറിയില്ലായിരുന്നു. അതല്ലാതെ അവരുടെ പേരുകൾ എന്താണെന്ന് എനിക്കറിയാം. 1978 ഒരു കാർ ആക്സിഡൻറ്റിൽ എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും കൊല്ലപ്പെട്ടു. ലോറി കാറിലിടിച്ചാണ് അവർ മരിച്ചത്. കാറിൽ വെച്ച് തന്നെ അവർ മരണപ്പെട്ടു. എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും മരിക്കുമ്പോൾ എൻ്റെ അച്ഛന് അന്ന് 20 വയസ്സ് പ്രായം. അവരുടെ വേർപാട് എൻ്റെ അച്ഛനെ വളരെ തളർത്തിയിരുന്നു. എൻ്റെ അമ്മയെന്ന് അച്ഛന് സ്വാതന്ത്ര്യമായി കൂടെ ഇല്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ കാര്യം കഷ്ടത്തിലായനെ. അമ്മയെ കൂടാതെ വേറൊരാളും കൂടി എൻ്റെ അച്ഛനെ സമാധാനിപ്പിക്കാനുണ്ടായിരുന്നു. അയാളുടെ പേര് ക്ലീറ്റസ് എന്നായിരുന്നു. ക്ലീറ്റസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ഒരേ പ്രായക്കാരല്ലെങ്കിലും ചെറുപ്പകാലം തൊട്ടേ അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. എൻ്റെ മുത്തശ്ശൻ മരിക്കുന്ന സമയത്ത് അവർ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ക്ലീറ്റസ് എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛന് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു. എന്ത് സഹായത്തിനും ക്ലീറ്റസ് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ക്ലീറ്റസ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. 1982 ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. കാരണം ക്ലീറ്റസിനെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ബ്ലഡ് റിലേഷനുമില്ല. എൻ്റെ മുത്തച്ഛൻ്റെ കൂട്ടുകാരൻ മാത്രമാണ്. എന്നാലും ഞാൻ ക്ലീറ്റസിനെ എൻ്റെ അപ്പൂപ്പനെ പോലെയാണ് കണ്ടിരുന്നത്. ക്ലീറ്റസ് അപ്പൂപ്പനായിരുന്നു എൻ്റെ അച്ഛനെ വലിയ ദുരന്തത്തിൽ നിന്നും കൈപിടിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പൂപ്പനെ പോലെ തന്നെയായിരുന്നു ക്ലീറ്റസും. ഞാൻ ക്ലീറ്റസ് അപ്പൂപ്പ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ശരിക്കുള്ള അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ടിട്ടില്ല. അതിലെനിക്ക് സങ്കടമില്ല. കാരണം ആ സ്ഥാനത്ത് ഞാൻ ക്ലീറ്റസ് അപ്പൂപ്പനെയാണ് കണ്ടിരുന്നത്. വീട്ടുകാരെങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ എന്നെ ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീട്ടിലായിരുന്നു ആക്കിയിരുന്നത്. ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞാൽ 2 നില വീടാണ്. ആ വീടിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതാണ്. 40 വർഷം മുമ്പ് ആ പ്രദേശത്ത് ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വനപ്രദേശമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ മാറി ആളുകൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് വീട് വെച്ചു. ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വീടുകളൊക്കെ വന്നു. അവിടെ വില്ല പ്രൊജക്റ്റൊക്കെ വന്നു. അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ആളുകൾ പുതുക്കി പണിയുകയോ പൊളിച്ചു കളയുകയോ ചെയ്തിരുന്നു. പക്ഷേ ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീട് മാത്രം പഴയതുപോലെ തന്നെയായിരുന്നു. ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ മരിച്ചിട്ടും ആ വീട് പുതുക്കി പണിയുകയോ മാറുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാം, അപ്പൂപ്പന് പ്രായമായി. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് താമസിക്കാൻ വിടുന്നത് ശരിയല്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരും കൂടിയില്ലല്ലോ, നമ്മൾ 2 പേരും ഇത്ര ദൂരമല്ലേ. ഇതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പൂപ്പനെ എനിക്കറിയാവുന്നതുപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ കൂടെ പോകുമ്പോൾ അപ്പൂപ്പൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. അപ്പൂപ്പന് ആരുടെയും സഹായം വേണ്ടതായി എനിക്ക് തോന്നിയില്ല. ഞാൻ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയാൽ TV കാണും. പിന്നെ അപ്പൂപ്പൻ്റെ കൂടെ കുറച്ചു നേരം ചീട്ട് കളിക്കും. ക്യാരംസ് പോലുള്ള എന്തെങ്കിലും ബോർഡ് ഗെയിം കളിക്കും. കാലാവസ്ഥ നല്ലതാണെങ്കിൽ വീടിന് പുറത്ത് ഗാർഡനിങ്ങും അല്ലെങ്കിൽ ടൗണിലേക്കും പോകും. അതുമല്ലെങ്കിൽ അടുത്തൊരു തടാകമുണ്ട്, അവിടെ ഞങ്ങൾ നീന്തും. ഇതൊന്നുമല്ല എനിക്ക് അവിടെ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീടിൻ്റെ മുകളിലൊരു മച്ചുണ്ട്. ആ മച്ചിലേക്ക് കയറുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പോഴുള്ള വീടുകൾക്ക് അങ്ങനെയുള്ള മച്ചുകളൊന്നുമില്ല. അത് 2ാം നിലയിൽ നിന്ന് മുകളിലേക്ക് ഒരു ഗോവണി വഴി കയറിപ്പോണം. അകത്തേക്ക് തുറക്കുന്ന ഒരു വാതിലുണ്ട്. അത് തുറന്ന് അകത്തേക്ക് കയറാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ ബെഡ്റൂം. അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് ബാത്റൂമും ഗസ്റ്റ് റൂമും. മച്ചെന്ന് പറഞ്ഞാൽ അത് വിശാലമായ സ്ഥലമൊന്നുമല്ല. 2 വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന സീലിംഗാണ്. അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള ആളുകൾക്ക് അങ്ങോട്ട് കയറിയാൽ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കധികം പ്രായമില്ലാത്തതുകൊണ്ട് സുഖമായി കയറാൻ പറ്റും. അവിടെ വലിയൊരു തടിപ്പെട്ടിയുണ്ട്. അതിലൊരുപാട് കോമിക് ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. മിക്കതും സൂപ്പർ ഹീറോസ് കോമിക് ബുക്കുകളാണ്. പഴയ സ്പൈഡർമാൻ കോമിക്സ്, ഫാൻറ്റം കോമിക്സ്, അങ്ങനെയുള്ള കുറേ ബുക്കുകൾ. ഇതുപോലെയുള്ള കോമിക് ബുക്കുകൾ ക്ലീറ്റസ് അപ്പൂപ്പന് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ബുക്കുകളും ഒന്നും കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഞാൻ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോകുമ്പോഴെല്ലാം മച്ചിൻ്റെ പൊക്കത്ത് കയറിയിരുന്ന് ഈ കോമിക് ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. അവിടെ ആകപ്പാടെ ഉണ്ടായിരുന്നത് ചെറിയൊരു പഴയ ബൾബാണ്. പഴയ ബൾബായതുകൊണ്ട് തന്നെ അതിന് വലിയ വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ആ വെട്ടത്തിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ബുക്കുകളൊക്കെ ഞാൻ ഇരുന്ന് വായിക്കും. എനിക്ക് നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നത് ഈ മച്ചിൻ്റെ പൊക്കത്തിലിരുന്നുള്ള ഈ വായനയാണ്. ഒരു തവണ ഞാൻ ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ആ ഒരു പ്രശ്നം മൂലമാണ് ഞാൻ പിന്നീട് ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോകാത്തത്. പിന്നീട് ഞാൻ പോകുന്നത് അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ്.
ആ സംഭവമുണ്ടായത് ഒരു വേനലവധി കാലത്താണ്. വേനൽക്കാലമാണെങ്കിൽ തന്നെ അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അന്നെനിക്ക് പ്രായം 10 വയസ്സ്. അച്ഛനും അമ്മയും അവരുടെ ബന്ധു വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ ശനിയാഴ്ച എന്നെ അച്ഛനും അമ്മയും അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. മഴയായിരുന്നാലും ഞാനും അപ്പൂപ്പനും നല്ല സന്തോഷത്തിലായിരുന്നു. ചീട്ടുകളിയും ടി വി കാണലും ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നു. അന്നൊരു വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു ഓൾഡ് ഫിലിമായിരുന്നു. ഞങ്ങൾ 5 മണി തൊട്ട് സിനിമ കണ്ടുകൊണ്ടേയിരുന്നു. രാത്രി ഒരു 9 മണിയായപ്പോഴേക്കും അപ്പൂപ്പൻ സോഫയിലിരുന്ന് ഉറങ്ങി. 10 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയമാണ്. വീട്ടിലാകുമ്പോൾ 10 മണിയാകുമ്പോഴേക്കും എന്നെ ബെഡിൽ കിടത്തി ഉറക്കുമായിരുന്നു. അതിനുശേഷം ഇരുന്നാൽ അമ്മയുടെ വഴക്ക് കിട്ടും. ഇവിടെ വഴക്ക് പറയാൻ അമ്മയില്ല. അതുമല്ല, അപ്പൂപ്പൻ നല്ല ഉറക്കത്തിലുമാണ്. എന്തായാലും അപ്പൂപ്പൻ നല്ല ഉറക്കത്തിലല്ലേ, മച്ചിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് ഞാൻ വിചാരിച്ചു. അവിടെ കയറി ഒരു ബുക്ക് വായിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. മച്ചിൻ്റെ പൊക്കത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ 2nd ഫ്ലോറിലേക്ക് നടന്നു. മച്ചിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടന്നു. പൊക്കത്തിലേക്ക് കയറാൻ വേണ്ടി ചെറിയൊരു കോണിപ്പടിയുണ്ട്. അതിലേക്ക് കയറി നിന്നാണ് മച്ചിൻ്റെ വാതിൽ ഉള്ളിലേക്ക് തുറന്ന് കയറുന്നത്. ഞാൻ അതിനുള്ളിലേക്ക് കയറിയപ്പോൾ പുറത്തു നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ പഴയ വീട് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ആ രാത്രിയിൽ അവിടെ കയറിയപ്പോൾ എൻ്റെ കാലടി ശബ്ദം ആ മച്ചിൽ മുഴങ്ങിക്കേട്ടു. ഈ വീടിന് ഏതാണ്ട് 50 കൊല്ലത്തോളം പഴക്കം കാണും. ഈ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയേണ്ട സമയം കഴിഞ്ഞിരുന്നു. ആ മച്ചിലെ ബൾബ് ഞാൻ തെളിച്ചു. ഞാൻ എപ്പോഴും അവിടെ കയറുന്ന കാര്യം ക്ലീറ്റസ് അപ്പൂപ്പന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലീറ്റസ് അപ്പൂപ്പൻ എനിക്കായിട്ട് അവിടെ ഒരു തലേണയും പുതപ്പും വെച്ചിരുന്നു. ഞാനവിടെ പുതപ്പിൻ്റെ മുകളിലിരുന്നിട്ട് പഴയ പെട്ടി തുറന്നു. അതിനുള്ളിലെ ഞാൻ വായിക്കാത്ത കോമിക്കൊക്കെ തിരഞ്ഞു. പക്ഷേ ഞാൻ വായിക്കാത്തതൊന്നും ഇല്ലായിരുന്നു. മിക്കതും ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്. എന്നാലും കോമിക് ബുക്കൊക്കെ വീണ്ടും വീണ്ടും വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ നിന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ഏകാഗ്രത കിട്ടുന്നില്ല. കാരണം താഴെ ടി വിയിൽ നിന്നുള്ള ഒച്ച അല്പം കൂടുതലായിരുന്നു. എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും. സത്യം പറഞ്ഞാൽ മലിച്ച ആൾക്കാർ വരെ അപ്പൂപ്പൻ്റെ കൂർക്കം വലി കേട്ടാൽ എഴുന്നേറ്റ് ഓടും. അങ്ങനെ ഒരുപാട് ഒച്ച വന്നതുകൊണ്ട് ഞാൻ മച്ചിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് പോയി. താഴേക്ക് നോക്കിയാൽ അപ്പുറത്തെ മുറിയും പിന്നെ താഴേക്കുള്ള സ്റ്റെപ്പും മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ടി വിയിൽ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ റിഫ്ലക്ഷൻ അവിടെ നിന്നാൽ കാണാൻ പറ്റും. ടി വിയിൽ എന്തോ പാട്ടാണ് ഉറക്കെ പ്ലേ ചെയ്തിരുന്നത്. അതിനൊപ്പം കൂർക്കം വലി ശബ്ദവും കേൾക്കാം. ഞാൻ അവിടെ നിന്ന് അപ്പൂപ്പനോട് വിളിച്ചു പറഞ്ഞു, അപ്പൂപ്പ ടി വിയുടെ ഒച്ച ഒന്ന് കുറയ്ക്കാമോ എന്ന്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതൊന്നും അപ്പൂപ്പന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ടി വിയുടെ ഒച്ചയും ഒപ്പം മുത്തശ്ശൻ നല്ല കൂർക്കം വലിച്ചുള്ള ഉറക്കവുമാണ്. അപ്പൂപ്പൻ കേട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും അപ്പൂപ്പൻ കേട്ടില്ല. പെട്ടെന്ന് അവിടെ അടുത്തായി ഒരു ഇടിവെട്ടി. ഇടിമിന്നൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അത്യാവശ്യം പേടിച്ചു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മുതലേ എനിക്ക് ഇടിമിന്നൽ വല്ലാത്ത പേടിയായിരുന്നു. മിന്നൻ്റെ വെളിച്ചവും ഇടിയുടെ ഒച്ചയും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇടിവെട്ടുമ്പോൾ ഞാൻ അമ്മയുടെ ബെഡ്റൂമിലേക്ക് ഓടിപ്പോകും. എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങളുടെ പരിസരത്തായിട്ട് കുറച്ചാളുകൾ ഇടിമിന്നലേറ്റ് മരിച്ചതായിട്ട് എനിക്കറിയാം. മുത്തച്ഛനെ വിളിച്ച് കേൾക്കാത്തത് കൊണ്ട് ഞാൻ തലയിണയുടെയും പുതപ്പിൻ്റെയും അടുത്തേക്ക് പോയി. ചാരിയിരുന്ന് കയ്യിലുള്ള കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മഴ ശക്തി പ്രാപിച്ചിരുന്നു. മഴയുടെ ശക്തി കൂടുന്നതിനൊപ്പം അപ്പൂപ്പൻ്റെ കൂർക്കം വലിയുടെ ശബ്ദവും കൂടിക്കൊണ്ടിരുന്നു. നല്ല രീതിയിൽ ഇടിവെട്ടാനും തുടങ്ങി. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത്ര ഇടിവെട്ടുന്ന സമയത്ത് അപ്പൂപ്പൻ എങ്ങനെയാണ് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നത്? ഇടിമിന്നൽ കാണുമ്പോഴേ ഞാൻ കാതുകൾ പൊത്തിപ്പിടിച്ചു. എന്നിരുന്നാലും എൻ്റെ കൈകളെ തുളച്ച് ഇടിയുടെ ശബ്ദം എൻ്റെ കർണപടങ്ങളെ തുളച്ചുകൊണ്ടിരുന്നു. അന്നവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം അന്നെടുത്തതിൽ ഇപ്പോഴും എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ പോയി മച്ചിൻ്റെ വാതിലടച്ചു. അവിടെ ചെറിയൊരു ബൾബിൻ്റെ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ വെട്ടമൊന്നുമില്ല. ഞാൻ മച്ചിൻ്റെ ഡോർ അടച്ചപ്പോഴേക്കും വല്ലാത്തൊരു ഇരുട്ടെന്നെ വന്ന് മൂടി. ഈ ബുക്കിൻ്റെ പെട്ടിയല്ലാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇരുട്ട് കാരണം. എന്നാലും ആ ഇരുട്ടിൽ ഞാൻ പേടിച്ചില്ല. കാരണം താഴെ അപ്പൂപ്പനുണ്ടല്ലോ എന്നൊരു ധൈര്യമുണ്ടായിരുന്നു എനിക്ക്. നല്ല കട്ടിയുള്ള വാതിലായിരുന്നു മച്ചിൻ്റേത്. അതുകൊണ്ട് കൂർക്കം വലിയുടെ ശബ്ദം അധികം കേൾക്കുന്നില്ല. ഞാൻ തലയിണെ പോയി ചാരിയിരുന്ന് ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞ് കാണും. അപ്പോഴാണ് ഞാനൊരു വല്ലാത്ത ശബ്ദം കേട്ടത്. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവിടെയാകെ ഇരുട്ട് വ്യാപിച്ചു. ആകെ ഉണ്ടായിരുന്ന ബൾബിൻ്റെ വെട്ടം പോയി. ആ ശബ്ദം കേട്ട് ഞാൻ പേടിച്ച സമയം എൻ്റെ തല പുറകിൽ പോയി ഇടിച്ചു.
പെട്ടെന്ന് ഞാനാകെ മന്ദത പിടിച്ചൊരവസ്ഥയിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറണ്ട് പോയിരിക്കുന്നു. ഇടി വെട്ടിയത് കൊണ്ട് കറണ്ട് പോയതാണെന്ന് ഉറപ്പായി. ടി വി എന്തായാലും നിന്ന് കാണുമെന്ന് എനിക്ക് തോന്നി. അപ്പോഴും ഇടിമിന്നലിൻ്റെയും മഴയുടെയും ഒപ്പം അപ്പൂപ്പൻ്റെ കൂർക്കം വലി ശബ്ദം എനിക്ക് ചെറുതായിട്ട് കേൾക്കാം. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ബോംബിട്ടാലും അപ്പൂപ്പൻ അറിയില്ല എന്ന്. അപ്പൂപ്പൻ നല്ല ഉറക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെയെല്ലാം ഇരുട്ടായിരുന്നു. സ്വന്തം കൈ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഇരുട്ട്. പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ മച്ചിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ വാതിലിൻ്റെ പിടി എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ തപ്പി നോക്കി. അല്പം നേരം തപ്പി നോക്കിയപ്പോഴേക്കും അവസാനം എനിക്ക് വാതിലിൻ്റെ പിടി കിട്ടി. അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ ഈ മച്ചിൻ്റെ ഉള്ളിൽ ലോക്കായിപ്പോയി എന്ന കാര്യം. ഞാൻ എത്ര ശക്തിയിൽ ചവിട്ടി തള്ളിയിട്ടും ഈ വാതിൽ തുറക്കുന്നില്ല. ഞാൻ ഈ വാതിൽ കുറേ തവണ അടച്ച് തുറന്നിട്ടുണ്ട്. ആദ്യമായാണ് ഇത് ലോക്കാകുന്നത്. മച്ചിൻ്റെ വാതിലിൻ്റെ അടുത്ത് ചെവി കൊണ്ട് വെച്ച് അപ്പൂപ്പൻ ഉറങ്ങുകയാണോ എന്ന് കാതോർത്തു. അപ്പോഴും അപ്പൂപ്പൻ്റെ കൂർക്കമ്പലി ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഉറക്കെ കരയുന്നതും അലറുന്നതും അപ്പൂപ്പന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൂപ്പ, ഞാനിവിടെ കുടുങ്ങി, മച്ചിൻ്റെ മുകളിലാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്ക്, വേഗം വാ എന്ന് പറഞ്ഞ് കിടന്ന് കരയുകയാണ്. നല്ല മഴയും ഇടിയുമായതുകൊണ്ട് എൻ്റെ ഒച്ച അധികം പുറത്തേക്ക് വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി ഒച്ച വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന്. പുറത്താണെങ്കിൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. ആകപ്പാടെ എനിക്ക് കിട്ടുന്ന വെളിച്ചമെന്ന് പറഞ്ഞാൽ മിന്നലിൻ്റെ ചെറിയ വെളിച്ചം മാത്രം. എനിക്ക് ദേഷ്യം വന്നിട്ട് ആ മച്ചിൻ്റെ വാതിൽ 3-4 തവണ ഇടിച്ചു. അപ്പോഴെനിക്ക് പേടിയായി തുടങ്ങി, ഞാനിവിടെ കിടന്ന് മരിക്കുമോ എന്ന്. ഞാൻ എണീറ്റ് അവിടെ പോയി മച്ചിൻ്റെ വാതിൽ ചവിട്ടാൻ തുടങ്ങി. കുറേ തവണ ചവിട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. എൻ്റെ കാല് നന്നായി വേദനിച്ചു. വേദനിച്ചതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ഇടിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റുന്നത്ര ഉച്ചത്തിൽ അലറാനും തുടങ്ങി. ഞാൻ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. ഞാനിപ്പോൾ വിശന്ന് മരിക്കും. ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം കേട്ടത്. ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരച്ചിൽ നിർത്തി. ആദ്യം എന്താണ് ആ ശബ്ദമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു. അത് എവിടുന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മച്ചിൻ്റെ ഉള്ളിൽ നിന്നാണോ അതോ താഴത്തെ മുറിയിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ എന്തോ ചുരുണ്ടുന്ന ഒരു ശബ്ദം പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി വല്ല എലിയോ മറ്റോ ആയിരിക്കും. ഇങ്ങനത്തെ വീടുകളിൽ ഒരുപാട് എലികൾ കാണും. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഇതുപോലെ എലികൾ ഓടുന്ന ശബ്ദം. ഞാൻ ഈ ശബ്ദം എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞത് എലികളാണെന്നാണ്. അവർക്കും ജീവിക്കേണ്ടേ എന്ന് തമാശയോടെ അപ്പൂപ്പൻ എന്നോട് പറയാറുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ട് എനിക്കെന്താണെന്ന് അറിയാൻ പറ്റുന്നുമില്ല. എവിടുന്നാണ് ഒച്ച വരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. കുറച്ചു നേരം കേൾക്കും, പിന്നീട് നിൽക്കും. അപ്പോഴാണ് എനിക്കൊരു മണം അനുഭവപ്പെട്ടു തുടങ്ങിയത്. മണമെന്ന് പറഞ്ഞാൽ എന്തോ പൂപ്പലിൻ്റെ മണം. പക്ഷേ ഇപ്പോൾ വരുന്നത് ഒരു മനം മടിപ്പിക്കുന്ന ഗന്ധമാണ്. ഞാൻ വിചാരിച്ചു ഇടിമിന്നൽ സമയത്ത് റൂഫിൽ വല്ല തുള വീണിട്ടുണ്ടാവും, അങ്ങോട്ട് വെള്ളം വീണിട്ട് ഉണ്ടാകുന്ന മണമായിരിക്കുമെന്ന്. ഇത്തവണ വേറൊരു ശബ്ദം കൂടി ഞാൻ കേട്ടു. അത് ചുരുണ്ടുന്ന ഒച്ചയല്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. കൂരിട്ടായതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടപ്പോൾ മനസ്സിലായി അതൊരു ചെറിയ മണിയുടെ കിലുക്കമാണെന്ന്. സാധാരണ പൂച്ചയ്ക്കൊക്കെ മണി കെട്ടി കൊടുക്കാറില്ലേ, അതിൻ്റെ ഒരൊച്ച. അപ്പൂപ്പൻ്റെ വീട്ടിൽ പൂച്ചയൊന്നുമില്ല, എലി വല്ലതുമായിരിക്കും. ഇവിടെ വല്ല ചെറിയ മണിയുണ്ടെങ്കിൽ അതിൽ വല്ലതും ചുരുണ്ടുന്ന ശബ്ദമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചു നേരം അത് നീണ്ടു നിന്നു. എൻ്റെ ചുറ്റുമുള്ള നിഴലുകൾ അനങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടു. ആ കണ്ടമാത്രയിൽ ഞാൻ ശരിക്കും ഞെട്ടി. ഇടിമിന്നലിലെ ചെറിയ വെളിച്ചത്തിലാണ് ഞാനത് കണ്ടത്. എന്തോ ഒരു രൂപം അതെൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ. എൻ്റെ കൈ രണ്ടും വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഡോറിൻ്റെ പിടിയിൽ പോയി വലിച്ചു. ഞാനെൻ്റെ മുട്ട് വെച്ച് അതിലിടിക്കാൻ തുടങ്ങി. ഞാൻ ഉറക്കെ കരയാനും തുടങ്ങി. ഞാൻ സ്റ്റക്കായി എന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു സാധനം ഈ മച്ചിലുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതെൻ്റെ അടുത്തേക്ക് വരുംതോറും ബെല്ലിൻ്റെ ശബ്ദം കൂടിക്കൊണ്ടിരുന്നു. ഞാൻ ആ ശബ്ദം മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഏത് സ്ഥലത്തു നിന്നാണ് ഇത് വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനവിടെ കിടന്ന് അപ്പൂപ്പ അപ്പൂപ്പ എന്ന് അലറി വിളിച്ചു. എൻ്റെ വായിൽ ചോരയുടെ ചുവ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും വാതിലടിക്കാൻ തുടങ്ങി. ആ ബെല്ലടി ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആ സാധനം ഇപ്പോൾ എന്നെ വന്ന് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ആ സമയത്താണ് അപ്പൂപ്പൻ എൻ്റെ മച്ചിൻ്റെ വാതിൽ ശക്തിയായി തുറക്കുന്നത്. ഞാൻ വേഗം തന്നെ മച്ചിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. അപ്പൂപ്പൻ എന്നെ കൈകളിൽ താങ്ങിപ്പിടിച്ചു.
എന്താ സംഭവിച്ചതെന്ന രീതിയിൽ അപ്പൂപ്പൻ എന്നെ നോക്കി. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ കരയാൻ തുടങ്ങി. ശരീരം മൊത്തം വിറയ്ക്കുന്നുണ്ട്. എൻ്റെ കയ്യിലും കാലിലും സന്ധിക്കുമെല്ലാം വല്ലാത്ത വേദന. മോനെ എന്നാ പറ്റിയിടാ കുട്ട എന്ന് അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു. ഞാൻ വല്ലാതെ ഷോക്കായിരുന്നു. എനിക്കറിയില്ല എന്താണ് നടന്നതെന്ന്. അപ്പൂപ്പൻ എന്നെ വാരിയെടുത്ത് താഴേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. താഴെ അപ്പൂപ്പൻ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ ലിവിംഗ് റൂമിലെ സോഫയിൽ അപ്പൂപ്പൻ എന്നെ കിടത്തി. അവിടെ എന്നെ കിടത്തിയ ശേഷം ഒരു പുതപ്പെന്നെ പുതപ്പിച്ചു. ഞാനിപ്പോൾ വരാം, ഫ്യൂസൊന്ന് റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ എൻ്റെ അടുത്തുനിന്ന് പോയി. മുന്നിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരി വെട്ടത്തെ നോക്കി ഞാൻ ആ സോഫയിൽ തന്നെ കിടന്നു. പേടി കാരണം എൻ്റെ കൈകളും കാലുകളും തണുത്ത് ഉറഞ്ഞു പോയിരുന്നു. ഞാൻ കണ്ടതെല്ലാം സത്യമാണോ? എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഒരല്പസമയത്തിന് ശേഷം കറണ്ട് വന്നു. അതോടൊപ്പം തന്നെ ക്ലീറ്റസ് അപ്പൂപ്പനും അകത്തേക്ക് കയറി വന്നു. കറണ്ട് വന്ന സമയത്ത് എനിക്ക് അല്പം പേടി കുറഞ്ഞു. എന്നാ പറ്റിയെന്ന് ക്ലീറ്റസ് അപ്പൂപ്പൻ വീണ്ടും എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടിമിന്നൽ കേട്ട് പേടിച്ചതായിരുന്നുവെന്ന്. അതുമല്ല, ഡോർ ജാമായിപ്പോയി. ആ മണിയുടെ ശബ്ദവും ആ രൂപത്തിൻ്റെ കാര്യവുമൊന്നും മുത്തശ്ശൻ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞില്ല. ക്ലീറ്റസ് അപ്പൂപ്പൻ വേറെയൊന്നും എന്നോട് ചോദിച്ചുമില്ല. അന്ന് രാത്രി ഞാൻ ആ സോഫയിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ അപ്പൂപ്പനും അപ്പുറത്തെ സോഫയിൽ ഇരുന്നുറങ്ങി. ആ മച്ചിൽ കണ്ട സംഭവം എന്നെ ഭയപ്പെടുത്തിയ ഒരു സ്വപ്നമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കാണും. ഞാൻ പിന്നെ കണ്ടതെല്ലാം സ്വപ്നമായിരിക്കും. എന്നെ കാണാത്തതുകൊണ്ട് അപ്പൂപ്പൻ അവിടെ വന്ന് മച്ച് തുറന്ന് എന്നെ കൊണ്ടുപോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആ മണിശബ്ദം ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാനിതെല്ലാം ആലോചിച്ച് കിടന്നെങ്കിലും നല്ല ക്ഷീണിതനായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നേരം പുലർന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു. മഴയെല്ലാം പോയി ആകാശം തെളിഞ്ഞു. ഞാൻ ഒരു കണക്കിന് സോഫയിൽ എഴുന്നേറ്റിരുന്നു. അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ക്ലീറ്റസ് അപ്പൂപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. രാത്രി നടന്ന സംഭവങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അല്പം പേടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് പലഹാരത്തിൻ്റെ മണം അടുക്കളയിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പൂപ്പൻ പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൈ കഴുകി ടേബിളിൽ പോയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു രാത്രിയിലെ ഉറക്കമെന്ന്. ഞാൻ അപ്പൂപ്പനെ നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ നടന്ന സംഭവങ്ങളൊന്നും അപ്പൂപ്പനെ അറിയിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ കണ്ടതെല്ലാം ചിലപ്പോൾ സ്വപ്നങ്ങളായിരിക്കാം. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സ്വപ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു. 2 മണിക്കൂറിന് ശേഷമാണ് അവരെന്നെ കൂട്ടാനായി വന്നത്. ആ സമയമായപ്പോഴേക്കും ഞാൻ പഴയ കാര്യങ്ങളെല്ലാം മറന്നിരുന്നു. അടുത്ത ഫ്ലോറിലെ അപ്പൂപ്പൻ്റെ മുറിയിൽ നിന്നും ഞാനെന്തോ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് മച്ചിൻ്റെ ഡോർ എൻ്റെ കണ്ണിലുടക്കിയത്. അത് പാതി തുറന്നു കിടപ്പുണ്ട്. ഞാൻ പതിയെ മച്ചിലേക്കുള്ള ഡോറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഡോറിൻ്റെ കൈപ്പിടിയിൽ പിടിച്ചു. ഞാൻ മെല്ലെ ഡോർ മുകളിലേക്ക് ഉയർത്തി നോക്കി. അതിനകത്ത് ഭയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. ഞാൻ മെല്ലെ മച്ചിലേക്ക് കയറി. അതിനുള്ളിലെ ലൈറ്റ് ഓണാക്കി. എല്ലാം പഴയതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. ഞാനിന്നലെ ചുരുട്ടിയിട്ടിരുന്ന പുതപ്പ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കോമിക് ബുക്കുകളൊക്കെ അവിടെ കിടന്നതെല്ലാം അടുക്കി സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചുറ്റുപാട് നിരീക്ഷിച്ചു. മുമ്പ് കണ്ടിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. തിരികെ ഇറങ്ങാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ആ ശബ്ദം കേട്ടത്. ആ മണിയടിക്കുന്ന ശബ്ദം. ഞാൻ ശരിക്കും ഞെട്ടി. എന്നാലും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് മച്ചിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവിടെ ചാരി വെച്ചിരിക്കുന്ന ഒരു കമ്പിവടി എടുത്തു. എന്തായാലും ഇന്നൊരു തീരുമാനമാക്കുമെന്ന് മനസ്സിൽ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോഴാണ് അപ്പൂപ്പൻ 2nd ഫ്ലോറിലേക്ക് കയറി വന്നത്. കമ്പിവടി കൊണ്ട് നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ അപ്പൂപ്പൻ ഒന്ന് വിരണ്ട് കൈ തടയുന്നത് പോലെ വെച്ചു. എന്താ അവിടെ പരിപാടി? നീ എന്താ ഈ കമ്പിവടി എടുത്ത് എന്ന് അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു. കമ്പിവടി അപ്പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ സ്റ്റെപ്പിന് താഴേക്ക് ഇറങ്ങി. അച്ഛനും അമ്മയും താഴെ നിൽപ്പുണ്ട്, വേഗം വരാൻ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൂപ്പൻ്റെ വലത് കൈയിലെ വസ്തുവിലേക്ക് എൻ്റെ നോട്ടം ചെന്നു. അതൊരു ചെറിയ പാവയായിരുന്നു. ഒരു മുയലിൻ്റെ പാവ. അതൊരു പഴയ മോഡൽ പാവയാണ്. അതിൻ്റെ കഴുത്തിൽ ചെറിയൊരു മണി കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പൂപ്പ ഈ പാവ എവിടുന്നാണ് എടുത്തതെന്ന്. ഞാനത് ചോദിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലീറ്റസ് അപ്പൂപ്പൻ പറഞ്ഞു, അത് മച്ചിൻ്റെ മുകളിൽ വൃത്തിയാക്കാൻ കയറിയപ്പോൾ അവിടെ കിടന്ന ഒരു പാവയാണ്. ഇതെൻ്റെ പഴയൊരു പാവയാണ്. ഈ പാവ ഞാൻ കണ്ടിട്ട് കുറേ കൊല്ലങ്ങളായി. ഈ പാവ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്.
ഞങ്ങളെ കാണാത്തതുകൊണ്ട് പുറത്തു നിന്ന് അച്ഛനും അമ്മയും അകത്തേക്ക് കയറി വന്നു. അച്ഛാ, ഇവൻ വല്ല കുസൃതിയും ഒപ്പിച്ചോ എന്ന് എൻ്റെ അച്ഛൻ അപ്പൂപ്പനോട് ചോദിച്ചു. മറുപടിയായി ക്ലീറ്റസ് അപ്പൂപ്പൻ ഒന്നും പറഞ്ഞില്ല. ശേഷം കാറിനകത്തോട്ട് കയറിയതും എൻ്റെ മുഖം കണ്ട് അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ, വല്ല പ്രശ്നവും ഉണ്ടോ എന്ന്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ വിൻഡോയുടെ വെളിയിലേക്ക് നോക്കി. ആ വീടിൻ്റെ മച്ചിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോയത്. ആ പാവയും അതിൽ കെട്ടിരിക്കുന്ന ചെറിയ മണിയും. ക്ലീറ്റസ് അപ്പൂപ്പൻ പറഞ്ഞത് അപ്പൂപ്പൻ്റെ കുഞ്ഞിലത്തെ പാവയായിരുന്നു. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കാണാതായ പാവ ഇന്നലെ ഒരു രാത്രി കൊണ്ട് തിരികെ എത്തിയല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഇത്രയും ഭയാനകമായ കാര്യങ്ങളൊക്കെ അപ്പൂപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് ഇനി പോകുന്നില്ല എന്ന് ഞാൻ പിന്നീട് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛന് ഒരു ജോലി കിട്ടി. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥലത്ത് നിന്ന് ഒരു 6 മണിക്കൂർ ദൂരം യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വീട് മാറി. ആ സമയത്ത് ക്ലീറ്റസ് അപ്പൂപ്പനെ ഞാൻ അധികം കണ്ടിരുന്നില്ല. അച്ഛനും അമ്മയും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ എന്നെ വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ ആക്കുകയായിരുന്നു പതിവ്. എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു ക്ലീറ്റസ് അപ്പൂപ്പനെ കാണാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്ലീറ്റസ് അപ്പൂപ്പനെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആ മച്ചിലേക്ക് കയറിപ്പോയിട്ടില്ല. കുട്ടിക്കാലത്തെ ആ പ്രായത്തിലാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനാകെ ചേഞ്ചായി. പുതിയ ആളുകളായി, കൂട്ടുകാരായി. എൻ്റെ ജീവിതം അങ്ങനെ പോയി. എന്നിരുന്നാൽ തന്നെ ക്ലീറ്റസ് അപ്പൂപ്പൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനെ വലിയ കാര്യമായിരുന്നു, എനിക്കും. പക്ഷേ ഞാൻ അപ്പൂപ്പനെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ആ മച്ചിനെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇടയ്ക്ക് പുതിയ വീട്ടിലേക്ക് അപ്പൂപ്പൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും സ്കൂളും കോളേജും ഒക്കെ ആയിട്ട് മാറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് അപ്പൂപ്പനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൂപ്പന് ഒരുപാട് പ്രായമായി എന്ന്. അപ്പൂപ്പന് ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി അപ്പൂപ്പൻ എപ്പോഴും ഒന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരാറില്ല. എൻ്റെ 25ാമത്തെ വയസ്സിലാണ് അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞത് ക്ലീറ്റസ് അപ്പൂപ്പൻ മരിച്ചുവെന്ന്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വലിയ വിഷമമൊന്നും തോന്നിയിരുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് അപ്പൂപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് ഒരു അപരിചിതനെപ്പോലെയാണ് അപ്പോഴേക്ക് തോന്നിയിരുന്നത്. അച്ഛൻ അപ്പൂപ്പൻ മരിച്ച കാര്യം പറഞ്ഞത് ഒരു അയൽവാസി അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. കുറേ ദിവസമായി അപ്പൂപ്പനെ പുറത്തൊന്നും കാണാത്തത് കൊണ്ടാണ് അയൽവാസി അങ്ങോട്ട് ചെന്നത്. വാതിൽ 3-4 തവണ മുട്ടിയിട്ടും ക്ലീറ്റസ് അപ്പൂപ്പൻ വാതിൽ തുറന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഡോർ അടച്ചിട്ടില്ല എന്ന്. അകത്ത് കയറി നോക്കിയപ്പോൾ അപ്പൂപ്പനെ കാണുന്നില്ല. അപ്പൂപ്പൻ എവിടെയാണെന്ന് അയൽവാസി അവിടമെല്ലാം തിരഞ്ഞു. 2ാം നിലയിലേക്ക് കയറിയപ്പോൾ അപ്പൂപ്പൻ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ബോധമില്ലായിരുന്നു അപ്പൂപ്പന്. പെട്ടെന്ന് അയൽവാസി അപ്പൂപ്പനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഡോക്ടർ പറഞ്ഞത് അറ്റാക്ക് മൂലം അപ്പൂപ്പൻ മരിച്ചുവെന്നാണ്. ഇതെല്ലാം അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചാണ് അപ്പൂപ്പനെ അടക്കുന്നതെന്ന്. അപ്പൂപ്പൻ്റെ ഇടവപ്പള്ളിയിൽ വെച്ചാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പൂപ്പൻ്റെ അച്ഛനെയും അമ്മയെയും അടക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെയാണ് അപ്പൂപ്പനെയും അടക്കിയത്. മരിച്ചടക്കിന് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അച്ഛനും അമ്മയും എനിക്കറിയാത്ത കുറച്ച് ആളുകളുമായിരുന്നു അടക്കിനുണ്ടായിരുന്നത്. മരിച്ചടക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. അച്ഛന് നല്ല സങ്കടമുണ്ടായിരുന്നു. ക്ലീറ്റസ് അപ്പൂപ്പനെ വലിയ ഇഷ്ടമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളുമെല്ലാം നോക്കാൻ അച്ഛൻ തീരുമാനിച്ചു. ആ വീട് ക്ലീൻ ചെയ്യാനായി ഞാനും അമ്മയും അച്ഛനുമാണ് പോയിരുന്നത്. പണ്ടൊക്കെ അപ്പൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി സൂക്ഷിച്ചിരുന്ന അടുക്കിപ്പെറുക്കി ഉപയോഗിച്ചിരുന്ന ഒരു വീടാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. സാധനങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്നു. പണ്ടൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ല. എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്നു. ഡോർ തുറന്നപ്പോൾ തന്നെ പൂപ്പലിൻ്റെയും പുഴുത്ത എന്തിൻ്റെയൊക്കെയോ മണം. കുറേ നാളുകളായി അപ്പൂപ്പനോട് സംസാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ എന്നും അറിയില്ല. ഒത്തിരി നേരമെടുത്തു അവിടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ. ആ സമയത്ത് അച്ഛനും അമ്മയും ലഞ്ച് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി. അവസാനമായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നപ്പോൾ ഞാൻ ആ മച്ചിൻ്റെ മുകളിലായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ആ മച്ചിലേക്ക് പിന്നീടൊരിക്കലും പോയിട്ടില്ല. എന്തായാലും ഇനി ഈ വീട്ടിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ആ മച്ചൊന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ആ മച്ചിൻ്റെ മുകളിൽ നിന്ന് പേടിച്ച കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പതിയെ ആ മച്ചിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ പൊടിയും പൂപ്പലുമെല്ലാം പിടിച്ചിരിക്കുന്നു. മച്ചിൻ്റെ വാതിൻ്റെ പിടിയിൽ പിടിച്ച് ഞാൻ അകത്തേക്ക് തുറന്നു. ആ സമയത്ത് ഞാൻ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവമെന്ന് എനിക്കറിയില്ല. ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പണ്ടത്തെ 2 തലയണയും പുതപ്പും മാത്രമേ അവിടെ ഇല്ലാത്തതായിട്ടുള്ളൂ. ആ പെട്ടിയും കാര്യങ്ങളുമൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതുമല്ല, പുതിയൊരു കാർപ്പറ്റ് മുകളിൽ ഇട്ടിട്ടുണ്ട്. പണ്ടത്തെ പോലെ എനിക്ക് മച്ചിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുനിഞ്ഞാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പണ്ടത്തെ ആ മണിയുടെ കിലുക്കം കേൾക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ശ്രദ്ധിച്ചു.
എനിക്ക് വേറെ ഒന്നും അനുഭവപ്പെട്ടില്ല. കുട്ടിക്കാലത്തെ എൻ്റെ തോന്നലുകൾ മാത്രമായിരുന്നു അതൊന്നും. ഈ കാര്യങ്ങളൊന്നും ശരിക്കും നടന്നിരുന്നില്ല എന്നും എനിക്ക് തോന്നി. പണ്ടെന്തോ ഇങ്ങനൊരു സംഭവം നടന്നുവെന്ന് വെച്ചിട്ട് എൻ്റെ സ്വന്തം അപ്പൂപ്പനെ പോലെ കരുതിയിരുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പിന്നെ പോയിരുന്നില്ല. അപ്പൂപ്പനോട് ഒരു ഗുഡ് ബൈ പോലും പറയാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. വിഷമം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. ഞാൻ മുഖം പെട്ടെന്ന് കഴുകി. അച്ഛനും അമ്മയും ഉടനെ ഇങ്ങോട്ട് വരും. ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ ശരിയാവില്ല. ഒന്നാമതെ മുത്തശ്ശൻ മരിച്ചതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും തിരികെ വന്നു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അവിടെ മുഴുവനായി ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. രാത്രി 8 മണി ആയതുകൊണ്ട് അടുത്തൊരു ഹോട്ടൽ റൂം എടുക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ ക്ലീൻ ചെയ്യാനായി വീണ്ടും ആ വീട്ടിലേക്ക് വന്നു. ക്ലീൻ ചെയ്ത ശേഷം രാത്രി വീട്ടിലേക്ക് തിരികെ പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞാനും എൻ്റെ അച്ഛനുമാണ് താഴത്തെ നിലയെല്ലാം ക്ലീൻ ചെയ്യുന്നത്. മുകളിലത്തെ നിലയിൽ അമ്മയുമാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഈ ബോക്സുകളെല്ലാം പരിശോധിച്ച് അതിലെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബോക്സിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഞാൻ കാണുന്നത്. അത് ചില്ല് പൊട്ടിയ ഒരു ഫോട്ടോയാണ്. പൊട്ടിയ ചില്ലിൽ നിന്ന് ഞാൻ ആ ഫോട്ടോ വെളിയിലേക്ക് എടുക്കാൻ നോക്കി. അതെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പഴയ ഫോട്ടോയാണിത്. അത് നന്നായിട്ടല്ല ഇരിക്കുന്നത്, അല്പം മങ്ങിയിട്ടുണ്ട്. അതൊരു ഫാമിലി ഫോട്ടോയായിരുന്നു. ആ ഫാമിലി ഫോട്ടോയിൽ അച്ഛനും അമ്മയും നല്ല ഉടുപ്പൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ 2 കുട്ടികളുമുണ്ട്. ആ ഫോട്ടോയിൽ ഒരു കുട്ടിയുടെ മുഖം മാത്രം ക്ലിയറല്ല. പൂപ്പൽ വല്ലതും പിടിച്ചു പോയതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ആ കുട്ടിയുടെ മുഖത്തിൻ്റെ ഒരു അടയാളം പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഫോട്ടോ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ആ ഫാമിലിയുടെ പേരും ആൾക്കാരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ക്ലീറ്റസ്, ഹന്ന, ആൽഫ്രഡ്. ആ ഫാമിലിയുടെ പേര് ബാഡ്വെൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഫോട്ടോയിൽ 4 പേരുണ്ട്. പക്ഷേ 3 പേരുടെ പേരുകൾ മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. 4ാമത്തെ ആളിനെപ്പറ്റി ഞാൻ തിരക്കി. ഞാൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു സാധനത്തിനെ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടു. ആ മുഖം മങ്ങിയ കുട്ടിയുടെ കയ്യിൽ ഒരു പാവയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ പാവയെന്ന് പറഞ്ഞാൽ അന്ന് കണ്ട ആ മുയൽപ്പാവ, ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ആ പാവ. ആ പാവ തന്നെയാണ് ആ മുഖം വ്യക്തമല്ലാത്ത ആ കൊച്ചിൻ്റെ കയ്യിലുള്ളത്. അപ്പുറത്ത് വേറെ ഒരു കുട്ടിയും നിൽപ്പുണ്ട്. അതിലേതാണ് ക്ലീറ്റസ് അപ്പൂപ്പൻ എന്നറിയില്ല. എൻ്റെ അപ്പൂപ്പന് സഹോദരങ്ങൾ ആരുമില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞിരുന്നത്. അച്ഛനും അമ്മയും മരിച്ച ശേഷം അദ്ദേഹത്തിന് വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അനിയനോ ചേട്ടനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ പറയേണ്ടതല്ലേ. ഞാൻ ആ ഫോട്ടോയുടെ പുറകിലെ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ഞാൻ ആ ഫോട്ടോ എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് അച്ഛൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി. വീടിൻ്റെ അപ്പുറത്തായി ആരോ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. ആ വീട് പുതുക്കി പണിയാനുള്ള പരിപാടിയിലാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അച്ഛനോട് ഇതൊക്കെ ചോദിച്ചാൽ ശരിയാവില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർന്നിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടുന്ന് പോയി. അടുത്ത ശനിയാഴ്ച ഞാൻ അല്പം ബിസിയായിരുന്നു. ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണ് ആ വീട് ക്ലീൻ ചെയ്യാൻ പോയത്. അന്ന് ശനിയാഴ്ച വൈകുന്നേരം 6 മണിയായപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അച്ഛൻ നല്ല ക്ഷീണിതനായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തു പറ്റി, വല്ല കുഴപ്പവുമുണ്ടോ എന്ന്. ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ ആകപ്പാടെ വലിയൊരു മൗനമായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനും എൻ്റെ അച്ഛനും കൂടി പാർക്കിലൂടെ നടക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളവിടെ ഒരു ബെഞ്ചിൽ പോയിരുന്നു. ഞങ്ങളുടെ അപ്പുറത്തായി കുട്ടികൾ കളിക്കുന്നുണ്ട്. സമയം സന്ധ്യയായിരുന്നു. സാധാരണ അച്ഛൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഇത്തവണ അച്ഛൻ വലുതായിട്ടൊന്നും എന്നോട് സംസാരിച്ചില്ല. അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അച്ഛാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, കുറേ ദിവസമായി ഞാൻ അച്ഛനെ ശ്രദ്ധിക്കുന്നു, എന്താ പറ്റിയതെന്ന് പറയുമെന്ന് പറഞ്ഞ് ഞാൻ കുറേ നിർബന്ധിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ, നിന്നോടത് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. നീ എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിൻ്റെ അമ്മയോട് പറയാൻ പാടില്ല. ഞാൻ പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ആ വീടിൻ്റെ മച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം അച്ഛൻ കണ്ടുപിടിച്ചെന്ന്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചിരിക്കുന്ന പെട്ടികൾക്കിടയിൽ നിന്ന് പഴയൊരു ട്രങ്ക് പെട്ടി കണ്ടെത്തി. അതൊരു താഴിട്ട് പൂട്ടിയ പെട്ടിയായിരുന്നു. അച്ഛൻ ഒരു ടൂൾസ് വെച്ച് ആ പൂട്ട് തുറന്നു. അത് തുറന്നപ്പോഴാണ് അച്ഛനൊരു ഭയപ്പെടുത്തുന്ന കാര്യം കണ്ടത്. ആ പെട്ടിക്കുള്ളിൽ ചെറിയൊരു കുട്ടിയുടെ അസ്ഥികൂടമായിരുന്നു. ആ കുട്ടിയുടെ തലയെന്ന് പറഞ്ഞാൽ വല്ലാത്ത വികൃതമായ ഒരു നിലയിലായിരുന്നു. ആ പെട്ടിയുടെ പുറം മുഴുവൻ നഖം കൊണ്ട് ആരോ മാന്തിപ്പറിച്ചതുപോലെയായിരുന്നു.
അതുകൂടാതെ വേറൊരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞു. ക്ലീറ്റസ് അപ്പൂപ്പന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൂടി അച്ഛൻ വിശദമാക്കി. ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ അയൽവാസിയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് അപ്പൂപ്പനെ മച്ചിൻ്റെ മുകളിൽ നിന്നാണ് പോലീസുകാർ കണ്ടെത്തിയതെന്ന്. മരണകാരണം എന്താണെന്ന് പോലീസ് പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നുവെന്നാണ്. ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിലല്ല ആളുകൾ ഷോക്കായത്. മുഖത്ത് 2 കൈയും പൊത്തിപ്പിടിച്ച നിലയിലാണ് പോലീസുകാർ ഡെഡ് ബോഡി കണ്ടെത്തിയത്. പോലീസുകാർ കൈ മുഖത്തുനിന്ന് വലിച്ചു മാറ്റിയപ്പോഴാണ് കണ്ടത് ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ മുഖത്തും കണ്ണുകളിലും എന്തോ വെട്ടുകൾ വന്നിട്ടുണ്ട്. അതും പുള്ളിയുടെ വിരലുകളിലെല്ലാം ചോര പറ്റിയിരുന്നു. പേടിച്ച് അലറി വിളിച്ച് കരയുന്ന സമയത്ത് ജീവൻ നിലച്ചതുപോലെയായിരുന്നു മുഖഭാവം. എന്തോ ഒരു സാരത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം തന്നെ അപ്പൂപ്പൻ അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അച്ഛനിത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ കടന്നു വന്നു. അന്നത്തെ അവസാന ദിവസത്തെ രാത്രി, ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ കൂടെ അവസാനമായി ഞാൻ ഉണ്ടായിരുന്ന ആ രാത്രി, ഇടിവെട്ടി മഴ പെയ്ത ആ രാത്രി, മച്ചിലകപ്പെട്ട ആ രാത്രി. അന്ന് രാത്രി കഴിഞ്ഞ് ഞാൻ പുലർച്ചെ കാറിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരികെ പോയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടിരുന്നു. ക്ലീറ്റസ് അപ്പൂപ്പൻ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് എനിക്ക് ടാറ്റ തരുന്നുണ്ട്. അപ്പുറത്തെ കയ്യിലായി ആ പാവയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് സന്തോഷമല്ലായിരുന്നു. ആ മുഖത്ത് ഞാൻ കണ്ടത് വല്ലാത്തൊരു ഭയമാണ്. ഇങ്ങനൊരു മുഖഭാവം ക്ലീറ്റസ് അപ്പൂപ്പൻ്റെ മുഖത്ത് ഞാൻ മുമ്പൊരിക്കലും കണ്ടിരുന്നില്ല. എൻ്റെ അച്ഛൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വന്നത്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അന്ന് രാത്രി ആ മച്ചിൻ്റെ മുറിയിൽ ഞാൻ അകപ്പെട്ട ദിവസം അവിടെ ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു എന്ന കാര്യം. ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്.